ആവറേജ് കുഴപ്പമില്ല. ആ അതുണ്ടായിരുന്നു ആവറേജ്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റും കൊള്ളൂല്ലേ. നല്ല പടമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. കോമഡിയും ആക്ഷനൊക്കെ നല്ല കാണാൻ നല്ല രസമുണ്ട്. മുമ്പത്തെ കുറച്ചുകൂടി ആക്ഷൻ നല്ല കൂടുതലുണ്ട്. ആൻഡ് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. താങ്ക് യു. ഉണ്ട് ഇന്ന് ലാസ്റ്റ് പറയുന്നത് കാണാം. കുഴപ്പമില്ല. ഇത്രയും കാലം ഇടയ്ക്ക് ഇറങ്ങിയാലും മാർവെല്ല നല്ലൊരു പടമായിരുന്നു. നല്ല അവസാനം പറയണുണ്ട്, ഞാൻ അറിയത്തില്ല. നല്ല പടമാണ്. ഇമോഷണൽ മൂവിയാണ്. അത് ഡിപ്പെൻസ് ഓഡിയൻസ്. ഇമോഷണൽ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഓൾറെഡി ട്രെയിലർ കണ്ടതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇമോഷണൽ എന്ന് പറയുന്ന സംഭവം കുറേ ആൾക്കാർക്ക് കൊള്ളുന്ന കാര്യങ്ങളാണ്. അപ്പം പേഴ്സണലി ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിന് കാരണമുള്ള എല്ലാം കണ്ടു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. അങ്ങനെ നോക്കുമ്പം 3 ഈസ് ആക്ച്വലി നല്ലതാണ്. ഇല്ല, ഗാർഡിയൻസ് ഇതുള്ള ഇതാണല്ലോ. അപ്പം അതിനിപ്പോൾ കണ്ടറിയണം. നല്ല പടമായിരുന്നു. നൈസായിരുന്നു. കിടിലമായിരുന്നു. മുമ്പിറങ്ങിയ ഒരു അതിനേക്കാളും ത്രില്ലുണ്ടായിരുന്നു. ഇനി അടുത്ത പാർട്ട് പ്രതീക്ഷിക്കാം. മുമ്പത്തെ പാർട്ടിനെ വന്നിട്ടുണ്ട്. അതിനൊപ്പം വന്നിട്ടുണ്ട്. അടുത്ത പാർട്ട് പ്രതീക്ഷിക്കാം. നന്നായിരുന്നു. പൊളിയായിരുന്നു. സൂപ്പർ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ടും. ഗാലക്സിയാണ്. ഗാലക്സി ഇത് മെയിനായിട്ട് ഇത് റോക്കറ്റിനാണ് മെയിനായിട്ട്. കൂടുതൽ പറഞ്ഞ സ്പോയിലറായിപ്പോൾ, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ സ്റ്റാറിനോട് തിരിച്ചു വരും എന്നുള്ളത് ഉണ്ട്. പിന്നെ എന്താ പറയുക, മാർവലിൻ്റെ അടുത്ത ഓരോ സീരീസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പുതിയ സീരീസ് വരുമ്പോഴത്തേക്കും ഇവരെല്ലാം കാണാം. ഇത് കൊള്ളാം, പടം കൊള്ളാം. ഫുൾ സെൻറ്റി അങ്ങനെയൊന്നുമില്ല, കോമഡി എല്ലാം ഉണ്ട്. ഇത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി സിനിമ അത് കൊള്ളാം. നൈസ്, അടിപൊളി പടമാണ്. കാരണം ഇപ്പം നോ വേ ഹോമിന് ശേഷം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു പടം ഇതായിരുന്നു. ഇതിനു മുമ്പിറങ്ങിയ തോറും ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പടമൊന്നും അത്രയ്ക്കൊരു ഇതൊന്നും തോന്നിയില്ല. ആൻറ്റിമാനും അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷെ ഇത് എല്ലാം ബിഗിനിങ് ടു എൻഡ് നൈസ്, അടിപൊളി മൂവിയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ ആഡ് ചെയ്യേണ്ട മ്യൂസിക്കൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ. ജെയിംസ് ഗണ്ണ് ഒരു രക്ഷയില്ല. കാരണം മാർവൽ ഇങ്ങനെ ഇപ്പം താഴെ പൊയ്ക്കൊണ്ടിരുന്ന രീതിയിൽ ജെയിംസ് ഗണ്ണ് പൊക്കി ഉയർത്തി വീണ്ടും മാർവലിനെ. അതിന് ജെയിംസ് ഗണ്ണിനെ പുകഴ്ത്തിയേ പറ്റുള്ളൂ. കാരണം അതിൽ അടിപൊളിയായിട്ട് പടം ചെയ്തിട്ടുണ്ട് പുള്ളി. പെർഫെക്റ്റ് എൻഡിങ് ആണ്. നൈസ്. എല്ലാം ബിഗിനിങ് തൊട്ട് എൻഡ് വരെ എല്ലാം നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടി സിനിമ കാണുമ്പോൾ. റേറ്റിംഗ് 9 കൊടുക്കാം. 10 കൊടുക്കാം, ഇല്ലെങ്കിൽ 9 കൊടുക്കാം. അടുത്ത പാർട്ട് പ്രതീക്ഷിക്കാം. നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഗ്രാഫിക്സിൻ്റെ ചെറിയ അവിടെ ഇവിടെ VFXൻ്റെ ചെറിയൊരു പ്രശ്നം അവിടെ ഇവിടെ ആയിട്ട് തോന്നി. അത് കാരണം ഇവരിപ്പോൾ ഇറക്കണ പടമെല്ലാം ഇവർ എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്ന് ഇറക്കണോണ്ട് അതിൻ്റെ ഒരു ഇതായിരിക്കാം. ഈ വർക്ക് ചെയ്യണ ആൾക്കാർക്കും കുറച്ച് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇതുകൊണ്ടായിരിക്കും അവരെ ഫോഴ്സ് ചെയ്ത് പെട്ടെന്ന് സിനിമ ഇറക്കണം എന്നുള്ള രീതിയിൽ ഇതാക്കണോണ്ടായിരിക്കും VFX ചെറുതായിട്ട് ഒരു ഇത് തോന്നി. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നെഗറ്റീവായിട്ട് തോന്നി. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഉണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ അടുത്ത DC വേണ്ടിയാണ് ചെയ്യണേ എങ്കിലും മാർവലിനെ താഴ്ത്തി കെട്ടുന്ന ആ രീതിയിലൊന്നും പടം ചെയ്തിട്ടില്ല. കാരണം നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പടമായിരുന്നു. മാർവൽ കുറേ നാൾക്ക് ശേഷം ഇത്ര നല്ല പടം എടുത്തായിട്ട് തോന്നിയ കുറേ ഗൂസ്ബംപ് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു പോയി കാണുന്നത്. നല്ലതായിരുന്നു. ഫൈറ്റ് സീൻസ് ഒക്കെ നല്ലതായിരുന്നു. ഉണ്ട്, പ്രതീക്ഷിക്കാം. ഗാർഡിയൻ ഓഫ് ഗാലക്സിയാണ്. നല്ല മൂവിയായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ കുറേ മാർവൽ ഫിലിംസിനെ വെച്ച് നോക്കുമ്പോൾ ഇറങ്ങിയാൽ നല്ലതായിരുന്നു. കുറേ ഇമോഷണൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫിലിമായിരുന്നു. വളരെ നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. അതെ, ഉറപ്പായിട്ടും. ഞാൻ 10 ഒരു 9.5 ഒക്കെ കൊടുക്കും. ഉറപ്പായിട്ടും നല്ല ഫിലിമായിരുന്നു. അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം നല്ലൊരു മാർവൽ സിനിമ കണ്ടിറങ്ങിയ ഒരു അനുഭൂതിയുണ്ട്. നല്ലതായിട്ട് കോമഡിയും വർക്കൗട്ടായി, നല്ല ഗൂസ്ബംസ് മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. അടിപൊളിയാണ്. ഫൈറ്റ് സീൻ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ് മിസ്സായിരുന്നു. ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, സാധാരണ ബാക്കി മൂവീസിലുള്ള പോലെ തന്നെ. അങ്ങനെ സ്റ്റാളോട് തിരിച്ചു വരും എന്നാണ് എഴുതി കാണിച്ചത്. പഴയ ടീമുള്ളായിരിക്കും.
പടം കൊള്ളായിരുന്നു. ഇതിപ്പോൾ ഗാർഡിയൻസിൻ്റെ ഒരു എൻഡെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഗാർഡിയൻസ് ടീം എല്ലാവരും പിരിഞ്ഞു. ഇനി പീറ്റർ ക്വില്ല് മാത്രമേ എർത്തിലോട്ടുള്ളൂ. അപ്പം പടം കൊള്ളായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു, ലാഗൊന്നുമില്ല. ഞാൻ കണ്ടതിൽ ഗാർഡിയൻസിലെ ഏറ്റവും നല്ല പടം ഇതായിരുന്നു. സൂപ്പർ ഫിലിം. ഒരുപാട് നാളത്തിന് ശേഷം ഒരു 2-3 ഇയറിൽ വന്നതിൽ ബെസ്റ്റ് ഫിലിം, വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം. ഡ്രാമ, കോമഡി, ഇമോഷൻസ്, എവറിത്തിങ്. ആക്ഷൻ സ്ലൈറ്റ്ലി ലോ, ബട്ട് എക്സ്പെക്ട് ദാറ്റ് എവറിത്തിങ് ഈസ് ബെറ്റർ ആൻഡ് ഓസം. അടുത്തൊരു പാർട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് പാർട്ട് ഓഫ് കോഴ്സ് ഗാർഡിയൻസ് പ്രതീക്ഷിക്കാം, പക്ഷേ നോട്ട് ദ ഹോൾ ടീം. അതാണ് സിനിമ പറയുന്നത്, നോട്ട് ദ ഹോൾ ടീം, ബട്ട് വി എക്സ്പെക്ട് ദ ഹോൾ ടീം. ഒരു നെഗറ്റീവായിട്ടല്ലോ തോന്നുന്നു സിനിമയിൽ? നെഗറ്റീവായിട്ട് അങ്ങനെ ഒരുപാടൊന്നും തോന്നിയില്ല. ചില പാർട്ടുകളിൽ കോമഡിയൊക്കെ ഓവർ റൂൾ ചെയ്യുന്ന പോലെ ചില പാർട്ടുകൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇമോഷനൊക്കെ ജസ്റ്റ് ഓസം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? ഓഫ് കോഴ്സ് മാർവൽ ഫാൻസിന് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫോണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഓൾവേസ് തിയേറ്റർ. സൂപ്പർ ഫിലിം.